2017 മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ. സിനിമയിൽ ലിഫ്റ്റിൽ കയറിയ പ്രശാന്ത് അലക്സാണ്ടറിന്റെ കഥാപാത്രം മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും ഒരു പെൻഡ്രൈവ് വാങ്ങുന്നുണ്ട്. തുടർന്ന് അത് പഴയ 4GB പെൻഡ്രൈവ് ആണെന്നും 2 സിനിമ പോലും കയറില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പുച്ഛിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ആ പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ അത് 1TBയുടെ ഹാർഡ് ഡിസ്കായിട്ട് പ്രവർത്തിക്കുന്നതായി കാണാം. പഴയ 4GB പെൻഡ്രൈവ് കൊണ്ട് ഇങ്ങനെയും ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് അദ്ദേഹം. 1999 പുറത്തിറങ്ങിയ മുതൽവൻ എന്ന സിനിമയിൽ വില്ലന്മാർ ഗ്രനേഡ് എറിയുമ്പോൾ തെങ്ങുകൾ റോക്കറ്റായി ബഹിരാകാശത്തേക്ക് പോകുന്നത് കാണാം. ISRO പോലും പരീക്ഷിക്കാത്ത ഒരൈറ്റമാണ് ഡയറക്ടർ ശങ്കർ ഈ സീനിൽ കാണിച്ചു തന്നത്. 2018 പുറത്തിറങ്ങിയ പരി എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ജനിച്ചു വീണ ഉടനെ നായികയുടെ കുഞ്ഞിൻ്റെ കയ്യിൽ ചരടും വളയും കാണാൻ കഴിയും. പ്രസവവും നൂലുകെട്ടും ഒറ്റ സീനിൽ തീർത്ത് പാക്കപ്പ് പറഞ്ഞ മിടുക്കനായിരുന്നു ഡയറക്ടർ. ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി തകർത്ത് തരിപ്പണമാക്കിയ സിനിമയാണ് മിസ്റ്റർ പവനായി 99.99. സിനിമയിൽ വില്ലന്മാരുടെ കൈകളിൽ നിന്ന് നായികയെ ധീരമായി രക്ഷിക്കുകയാണ് നായകൻ. തുടർന്ന് അവരെ സുരക്ഷിതമായി മുംബൈയിലെ അവരുടെ ഫ്ളാറ്റിന് മുന്നിൽ കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മുംബൈ ആണെന്ന് പറഞ്ഞ് അടൂരുള്ള തോംസൺ ബേക്കറിയുടെ ഫ്രണ്ടിലാണ് നായികയെ അദ്ദേഹം ഇറക്കിവിട്ടത്. സംവിധായകന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ചോട്ടാ മുംബൈ ആയിരുന്നു അടൂർ. കുഞ്ചാക്കോ ബോബൻ നായകനായ മയിൽപീലിക്കാവ് എന്ന സിനിമയിൽ വിൻഡോസ് 98ന്റെ CD ഇൻസ്റ്റാൾ ചെയ്ത് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സിദ്ദീഖിന്റെ കഥാപാത്രത്തെ കാണാം. വിൻഡോസ് 98 ഇൻസ്റ്റാളേഷൻ മനഃശാസ്ത്രജ്ഞന്മാരെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്ന് ഈ സീനിലൂടെ മനസ്സിലാക്കാം. നസ്ലിൻ, മാത്യു തോമസ്, മീനാക്ഷി ദിനേശ് എന്നിവർ അഭിനയിച്ച് ഈ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് 18+. വടക്കൻ കേരളത്തിലെ പാർട്ടി സ്വാധീനമുള്ള ഒരു ഗ്രാമത്തിൽ 2 പേർ തമ്മിലുണ്ടാകുന്ന പ്രണയമാണ് സിനിമ പറയുന്നത്. സിനിമയിൽ ഒരു സീനിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന പ്രായമായ സ്ത്രീകളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുകയാണ് നായകൻ. എന്നാൽ ഒരിക്കൽ കൈപിടിച്ചിറക്കിവിട്ട സ്ത്രീയെ തന്നെ തൊട്ടടുത്ത ഷോട്ടിലും വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതായി കാണാം. രണ്ട് തവണ 2 സൗണ്ടിൽ വന്ന ആൾമാറാട്ടം നടത്തിയ ആ സ്ത്രീയുടെ വരവിന് പിന്നിൽ എന്തോ ഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ആര്യ നായകനായി 2021 പുറത്തിറങ്ങിയ സിനിമയാണ് ടെഡി. സിനിമയിൽ അദ്ദേഹം ടെഡിയുമായി സംസാരിക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട്. മസിൽ പിടിച്ചു നടക്കുന്ന ആൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നുള്ള ടെഡിയുടെ കളിയാക്കലിന് മറുപടിയായി തന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ലിസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം. ടോട്ടൽ ഫ്രണ്ട്സ് വെറും 12 പേരാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് ലിസ്റ്റിലെ ഒരു ഫ്രണ്ടുമായി അദ്ദേഹത്തിന് 57 മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് കാണാൻ കഴിയും. നായകന്റെ ദാരിദ്ര്യം പിടിച്ച ഫ്രണ്ട് ലിസ്റ്റ് കണ്ട് വിഷമം തോന്നിയ ഫേസ്ബുക്ക് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം ഇത്. ധനുഷ് നായകനായി 2014 പുറത്തിറങ്ങിയ സിനിമയാണ് വേലയില്ലാ പട്ടധാരി. സിനിമയിൽ ധനുഷും കൂട്ടുകാരും ഒരു ബാറിലിരുന്ന് മദ്യപിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ റോഡിലൂടെ വരുമ്പോൾ പോലീസ് പിടിക്കുകയും ഫൈൻ അടപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബാറിലിരുന്നപ്പോൾ നായകന്റെ കൂടെ ഉണ്ടായിരുന്നത് 4 കൂട്ടുകാരാണെങ്കിൽ പിന്നീട് പോലീസ് പിടിച്ചപ്പോൾ അത് 5 ആവുകയും അതിനുശേഷം നടന്നു പോകുമ്പോൾ അത് 6 പേരാവുന്നതായും കാണാം. മദ്യപിച്ച് ബോധമില്ലാതെ വഴിയിൽ നിന്ന് കിട്ടിയ 2 കുടിയന്മാരെ കൂടി ഫ്രണ്ട്സായി കൂടെ കൂട്ടുകയായിരുന്നു നായകൻ. മമ്മൂട്ടി നായകനായി 2000 പുറത്തിറങ്ങിയ സിനിമയാണ് വല്യേട്ടൻ. സിനിമയിൽ വില്ലന്മാരായ സായ്കുമാർ, ഭീമൻ രഘു എന്നിവരോട് കുറച്ച് പഞ്ച് ഡയലോഗ് അടിക്കുകയാണ് നായകൻ മാധവനുണ്ണിയും അനിയന്മാരും. ഇതിനിടയ്ക്ക് കലികയറിയ മനോജ് K. ജയൻ ഭീമൻ രഘുവിന്റെ കഥാപാത്രമായി നെടുങ്ങാടിക്കിട്ട് ഒന്നും പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ലൊരു അടി കിട്ടിയിട്ടും തുടർന്നുള്ള എതിർ ടീമിന്റെ ഉപദേശങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ കേട്ടു നിൽക്കുന്ന നെടുങ്ങാടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭീഷണികളുടെ ഇടയിലും തന്റെ കല്യാണം നടത്തും എന്നുള്ള എതിർ ടീമിന്റെ വെല്ലുവിളി അതേപടി വിശ്വസിച്ച് സന്തോഷിക്കുകയായിരുന്നു നെടുങ്ങാടി. സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ 2007 റിലീസായ സിനിമയാണ് ശിവാജി. സിനിമയിൽ മറ്റൊരു പേരിൽ ആൾമാറാട്ടം നടത്തി വന്ന ശിവാജിയോട് പ്രൂഫ് ചോദിക്കുകയാണ് ഒരു പോലീസുകാരൻ. ചോദിച്ചു തീരും മുമ്പേ പല ID പ്രൂഫുകൾ എടുത്ത് വീശുകയാണ് അദ്ദേഹം. എന്നാൽ ഗ്രീൻ കാർഡ് എടുത്ത് കാണിക്കുമ്പോൾ അത് തുടങ്ങുന്ന വർഷം 2010 എക്സ്പയറി ആവുന്നത് 2007 കാണാം. മറ്റുള്ളവർ ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ പാസ്റ്റിലേക്ക് സഞ്ചരിക്കുന്ന വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു ശിവാജി. ദിലീപ്, അർജുൻ സർജ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി 2019 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ജാക്ക് ആൻഡ് ഡാനിയൽ. സിനിമയിൽ നായികയെ കത്തിമുനയിൽ നിർത്തി ഭീഷണി മുഴക്കിയ ഗുണ്ടകളെ സംഘട്ടനത്തിലൂടെ നേരിടുകയാണ് നായകൻ. ഈ അടിപിടി മുഴുവൻ സൈജു കുറുപ്പിന്റെ കഥാപാത്രമായ DYSP ഒരു വണ്ടിയുടെ പിറകിൽ നിന്ന് ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടുപോയി തന്റെ മേലുദ്യോഗസ്ഥരെ കാണിക്കുന്നുണ്ട്.
എന്നാൽ അവർ സ്ക്രീനിൽ കാണുന്ന രംഗങ്ങളൊക്കെ പല ആംഗിളിൽ നിന്ന് സിനിമയുടെ ക്യാമറാമാൻ തന്നെ പകർത്തിയ രംഗങ്ങളായിരുന്നു. ഫോണിലെടുത്ത വീഡിയോയുടെ ദയനീയാവസ്ഥ കണ്ട് അലിവ് തോന്നിയ ക്യാമറാമാൻ തൻ്റെ കയ്യിലുള്ള ദൃശ്യങ്ങൾ ഡിവൈഎസ്പിക്ക് കൈമാറുകയായിരുന്നു. വിജയ് നായകനായി 2019 പുറത്തിറങ്ങിയ സിനിമയാണ് ബിഗിൽ. സിനിമയിൽ വിജയുടെ കഥാപാത്രമായ രായപ്പൻ്റെ ഒരു മാസ് ഇൻട്രോ സീനുണ്ട്. IM വിജയൻ്റെയും ബാലാജിയുടെയും നേതൃത്വത്തിൽ 10-50ഓളം വില്ലന്മാർ രായപ്പനെ വളഞ്ഞിട്ട് വധിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയുടെ സഹായത്തോടെ ആക്രമിക്കാൻ വന്ന എല്ലാ വില്ലന്മാരുടെയും കഴുത്തറുത്ത് വിടുകയാണ് രായപ്പൻ. ഇതിനുശേഷം രായപ്പൻ മൂളിപ്പാട്ട് പാടുമ്പോൾ കഴുത്തിന് വെട്ടുകൊണ്ട് തറയിൽ കിടന്ന വില്ലന്മാർ ചാടി എണീറ്റ് ഓടുന്നതായി കാണാം. കഴുത്തറുത്തതിനേക്കാൾ അസഹനീയമാണ് രായപ്പന്റെ പാട്ട് എന്ന് തിരിച്ചറിയുകയായിരുന്നു വില്ലന്മാർ. മാത്യു തോമസ്, മാളവിക മോഹനൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ക്രിസ്റ്റി. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 2007 മാൽദീവ്സിലെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി കിട്ടിയ നായിക ഫ്ലൈറ്റിൽ അവിടേക്ക് പോവുകയാണ്. തുടർന്ന് മാൽദീവ്സിലെത്തിയ നായിക മാത്യു തോമസിനെ വിളിച്ച് അവിടെ എത്തിയെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ ബാലൻസ് ഇല്ലാതെ വിഷമിക്കുകയാണ് മാത്യു തോമസിന്റെ കഥാപാത്രം. അന്നത്തെ കാലത്ത് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒന്നുമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ സീനിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ നായിക മാൽദീവ്സിലെത്തുമ്പോൾ ഈ അമ്മച്ചി കയ്യിലൊരു iPhone 14 പിടിച്ചിരിക്കുന്നതായി കാണാം. 2007 തന്നെ iPhone 14 മാൽദീവ്സിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നയൻതാര കേന്ദ്ര കഥാപാത്രമായി 2021 പുറത്തിറങ്ങിയ സിനിമയാണ് നെട്രിക്കണ്ണ്. സിനിമയുടെ തുടക്കത്തിൽ CBI ഓഫീസറായ നായിക തൻ്റെ അനിയനെ വിലങ്ങ് വെച്ച് വണ്ടിയിൽ കൊണ്ടുപോവുകയും പോകുന്ന വഴിക്ക് റോഡിൽ വെച്ച് ആക്സിഡന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന നായികയും വിലങ്ങ് കാരണം വണ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അനിയനെയും കാണാം. എന്നാൽ വണ്ടിയുടെ ഡോറുകളൊന്നും തുറന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഫ്രണ്ട് ഗ്ലാസ്സിലെ പൊട്ടിയ ഭാഗത്തുകൂടി ഒരാൾക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല എന്നും വ്യക്തമായി കാണാൻ കഴിയും. നായിക എങ്ങനെ പുറത്തേക്ക് തെറിച്ചു വീണു എന്നുള്ള ചോദ്യം ഇന്നും അണിയറ പ്രവർത്തകർക്കിടയിൽ പോലും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. വിജയ് ജ്യോതിക ജോഡികളുടെ സൂപ്പർ ഹിറ്റ് മൂവിയാണ് 2000 പുറത്തിറങ്ങിയ ഖുഷി. സിനിമയിൽ കോളേജിൽ ചേരാനുള്ള ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത് കിട്ടാൻ അച്ഛനെ നിർബന്ധിക്കുകയാണ് നായികയായ ജ്യോതികയുടെ കഥാപാത്രം. അവർ തമ്മിൽ അതും പറഞ്ഞ് വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള ഭിത്തിയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെടുന്നതായി കാണാം. ദുരാത്മാക്കളുടെ സാന്നിധ്യം. പഴക്കമേറിയ ആ വീട്ടിൽ പണ്ടെങ്ങോ ജീവിച്ച് കൊതി തീരാത്ത ഏതോ ഒരു ആത്മാവിന്റെ വിനോദങ്ങൾ പതിവായിരുന്നു എന്ന് വേണം സംശയിക്കാൻ. വിജയ് സേതുപതി നായകനായി 2022 പുറത്തിറങ്ങിയ സിനിമയാണ് DSP. ഈ സിനിമയിൽ ലിഫ്റ്റിനു വേണ്ടി റോഡിൽ കാത്തുനിന്ന നായികയെ നായകൻ ഓടിച്ച ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചു വീണ നായിക കല്ലിൽ തട്ടി വീണ ഭാവം പോലുമില്ലാതെ എണീറ്റ് വന്ന് അതേ ബൈക്കിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ വീരശൂര പരാക്രമിയായ നായിക മറ്റൊരു സീനിൽ തലയിൽ വീഴാത്ത ഡ്രോൺ തലയിൽ വീണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കാണാം. വലിയ വലിയ അപകടങ്ങൾ നിസ്സാരമായി കാണുകയും ചെറിയ തട്ടലും മുട്ടലും വളരെ ഗൗരവത്തോടെയും കാണുന്ന ഒരു പ്രകൃതമായിരുന്നു നായികയുടേത്. 2021 ടൊവിനോ തോമസ് നായകനായി പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ മൂവിയാണ് മിന്നൽ മുരളി. മിന്നൽ ഏൽക്കുമ്പോൾ ശക്തി കിട്ടുന്ന രണ്ടുപേരുടെ കഥയാണ് സിനിമ പറയുന്നത്. സിനിമയിൽ കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ടൊവിനോയും നായികയും വരുമ്പോൾ കുറച്ചുപേർ വധൂവരന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റേജിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഈ ചേച്ചിയും കുട്ടിയെയും അതേസമയം തന്നെ കല്യാണത്തിന് വന്നവരുടെ ഇടയിലും കാണാൻ കഴിയും. നായകനെയും വില്ലനെയും കൂടാതെ ആ നാട്ടിലെ പലർക്കും മിന്നലേറ്റിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. സൂര്യ, നയൻതാര എന്നിവർ അഭിനയിച്ച് 2009 പുറത്തിറങ്ങിയ സിനിമയാണ് ആദവൻ. സിനിമയിൽ ഒരു വ്യാജ ആൾദൈവത്തെ കൊല്ലാൻ സന്യാസി വേഷത്തിലെത്തുകയാണ് സൂര്യ. തുടർന്ന് ആരും കാണാതെ വെള്ളത്തിൽ ചാടിയ അദ്ദേഹം വെള്ളത്തിനടിയിലൂടെ നീന്തിപ്പോയി കരയിൽ നിൽക്കുന്ന ആൾദൈവത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വെള്ളത്തിനടിയിലൂടെ പോയിട്ടും നായകന്റെ നെറ്റിയിൽ പൂശിയ ഭസ്മം അതുപോലെ തന്നെ നിൽക്കുന്നതായി കാണാം. ഹിമാലയ സാനുക്കളിൽ നിന്നും സംവിധായകൻ നേരിട്ട് പോയി കൊണ്ടുവന്ന ഒരു പ്രത്യേക ഭസ്മമായിരുന്നു ഈ സീനിൽ ഉപയോഗിച്ചത്. 2018 എന്ന സിനിമയിൽ ടൊവിനോ തോമസിന്റെ കഥാപാത്രം വിനീത് ശ്രീനിവാസന് രമേശ് ഏട്ട എന്ന് പറഞ്ഞ് വിസയുടെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാട്സപ്പിൽ ഒരു ഓഡിയോ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ ഈ ഓഡിയോ വിനീത് ശ്രീനിവാസൻ കേൾക്കുന്നതായി കാണിക്കുമ്പോൾ ആ ചാറ്റിൽ ടൊവിനോയെ തിരിച്ചും ചേട്ട എന്ന് വിളിച്ചിരിക്കുന്നതായി കാണാം. രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെ ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ട എന്ന് വിളിക്കുന്ന വിനയമുള്ള ചെറുപ്പക്കാരായിരുന്നു. രജനീകാന്ത്, അനുഷ്ക ഷെട്ടി എന്നിവർ അഭിനയിച്ച് 2014 പുറത്തിറങ്ങിയ സിനിമയാണ് ലിംഗ. സിനിമയിൽ പോലീസ് സ്റ്റേഷന്റെ സെല്ലിൽ കിടക്കുന്ന നായകനെ പുറത്തിറക്കാൻ പോലീസുകാരന് കൈക്കൂലി കൊടുക്കുകയാണ് അനുഷ്ക ഷെട്ടിയുടെ കഥാപാത്രം. ഈ കാര്യം മാലയുടെ ലോക്കറ്റിൽ ഘടിപ്പിച്ച ക്യാമറയിൽ പകർത്തിയ ശേഷം ടിവിയിലൂടെ ടെലികാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടറായ നായിക. തുടർന്ന് പോലീസുകാർ നായികയോട് ഫൂട്ടേജ് ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അനുഷ്ക ഷെട്ടിയുടെ കഥാപാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കൈക്കൂലി കൊടുക്കുമ്പോൾ മാലയുടെ ലോക്കറ്റിൽ ക്യാമറ പോയിട്ട് ഒരു കുരുട്ടീച്ച പോലും ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ കഴിയും.
നായിക പർച്ചേസ് ചെയ്യുന്ന ജ്വല്ലറിയുടെ പ്രത്യേകതയായിരുന്നു മാജിക് സ്വഭാവമുള്ള ഇത്തരം ആഭരണങ്ങൾ. മമ്മൂട്ടി നായകനായ വജ്രം എന്ന സിനിമയിൽ നായികയുടെ കാർ കൊക്കയിലോട്ട് മറിയുമ്പോൾ ഓടിക്കൂടിയ ആളുകൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണാം. മനസ്സാക്ഷിയില്ലാത്ത ആളുകൾക്കിടയിൽ നല്ലൊരു ഹൃദയമുള്ള നായകൻ മാത്രമായിരുന്നു ഈ സീനിലെ ഒരേയൊരു ആശ്വാസം. ജൂനിയർ എൻടിആർ നായകനായി 2013 പുറത്തിറങ്ങിയ സിനിമയാണ് ബാദ്ഷാ. ബാഹുബലിയേക്കാൾ ശക്തനായ ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചത്. സിനിമയുടെ ക്ലൈമാക്സിൽ പെട്ടെന്നൊരു ട്വിസ്റ്റിലൂടെ അസിസ്റ്റന്റ് കമ്മീഷണറായി മാറിയ നായകൻ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് വില്ലന്മാരുടെ വണ്ടികൾ തടഞ്ഞു നിർത്തുകയാണ്. സ്ലോ മോഷനിൽ പുറത്തേക്കിറങ്ങിയ അദ്ദേഹം ഡയലോഗ് പറയും മുമ്പ് തന്റെ കൂളിംഗ് ഗ്ലാസ് ഊരി എറിയുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത സീനിൽ അദ്ദേഹം കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണാം. തുടർന്ന് തന്റെ ഒറ്റ ചുവടുവെപ്പിലൂടെ വില്ലന്മാർ വന്ന കാറുകൾ ആകാശത്തേക്കെറിഞ്ഞ് നശിപ്പിക്കുകയാണ് നായകൻ. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നായകൻ മാർവൽ കഥാപാത്രങ്ങളെ ഇന്ത്യക്ക് ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് തന്റെ ഈ കാൽവെപ്പിലൂടെ.